നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ നന്ദിനി എവിടെ? അത് നന്ദിനി. നീ കാര്യം എന്താന്ന് പറ മോളെ. വാങ്ങിച്ച പണം ഇന്ന് എനിക്ക് കിട്ടണം. ഇന്ന് പറ്റില്ല. അത്രയ്ക്ക് വാശിയാണെങ്കിലേ നീ ഇവിടെ നിൽക്കുക. നിന്റെ കൂട്ടുകാരി പോയി പണം കൊണ്ടുവരട്ടെ. അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞപ്പോ അയാൾ ഇങ്ങനെ പെരുമാറുന്നു ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. എനിക്കെന്തായാലും അവനെ ഒന്ന് കാണണം. നന്ദിനിയെ തടഞ്ഞു വെച്ചെന്റെ കൂലി ഞാൻ കൊടുത്തോളാം അവന്. അച്ഛാ, ഞാൻ പോയിട്ട് വരാം. ആരതി വാ. സൂര്യ നിക്ക്. തൽക്കാലം നന്ദിനിയെ അവന്റെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കണം. പകരം വീട്ടിലും പ്രതികാരവും ഒക്കെ അതിനുശേഷം മതി. അവനെ പോലെ ഒരുത്തനെ പേടിക്കേണ്ട കാര്യം എന്താ അച്ഛാ? അവനെ പേടിക്കണ്ട. പക്ഷെ അവന്റെ വീട്ടിൽ നിൽക്കുന്ന നന്ദിനിയുടെ അഭിമാനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പണം ഞാൻ എടുത്തു തരാം. അതുകൊണ്ടുപോയി അവളെ വിളിച്ചോണ്ട് വരാൻ നോക്ക്. ഗുണശേഖരന്റെ കാര്യമൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ആരതി, അവൻ നിങ്ങൾ ഉപദ്രവിച്ചോ? ഇല്ല, പക്ഷേ പെട്ടെന്ന് അയാളുടെ മുഖഭാവം മാറിയപ്പോ നന്ദിനിക്ക് അറിയണോ? അവള് പെട്ടെന്ന് പകുച്ചു പോയി. ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ അവിടെ നിന്ന് ഇറങ്ങിയതാ. പിന്നെ പെട്ടെന്ന് എനിക്ക് തോന്നി ഏട്ടന്റെ അടുത്ത് വന്നിട്ടേ കാര്യമുള്ളൂ. എത്ര വട്ടം പറഞ്ഞാലും അയാൾ കേൾക്കില്ല. അച്ഛൻ കൊടുത്താലും ഞാൻ കൊടുത്താലും അയാൾ പണം വാങ്ങില്ല. എന്നിട്ടും ഇതുപോലുള്ള ക്രിമിനൽസിന്റെ അടുത്തൊന്നും സൂര്യ, ഇതാ പണം, കൊണ്ടുപോയി കൊടുക്ക്. അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ സൂക്ഷിക്കണം. ശരി അച്ഛാ. ആരതി വാ. അതെ, അണ്ണൻ ഇവിടെ പിടിച്ചു നിർത്തുന്നവര് ഈ വീട്ടിലെ സകല പണിയെടുക്കണം. അടുക്കളയിലേക്ക് ചെല്ലടി. എന്താടേ പറഞ്ഞ കേട്ടില്ലേ? ആരോട് എന്താ എപ്പോഴാ പറയുന്നെന്ന് നല്ല ധാരണ വേണം. ഇവളോട് അടുക്കള പണിയെടുക്കാൻ പറയാൻ നീ ആരാടാ? അല്ലണ്ണ, അതല്ലേ പതിവ്. ആ പതിവേ മറ്റുള്ളവരുടെ കാര്യത്തിലാ, ഇവളുടെ കാര്യത്തിലല്ല. ഇവൾക്ക് വേണ്ടി കാശുണ്ടാക്കാൻ പോയവള് തിരിച്ചെത്താൻ ദിവസങ്ങളെടുക്കും. അതുവരെ ഇവള് നിനക്കൊക്കെ ആരെന്നറിയോ? അണ്ണി.
നീയൊക്കെ എന്നെ അണ്ണൻ എന്നല്ലേ വിളിക്കുന്നേ? അണ്ണീന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായോ? മനസ്സിലായണ്ണ. കൺമുന്നിലൂടെ പെണ്ണുങ്ങൾ ഒരുപാട് കടന്നു പോകും. പക്ഷേ നിന്നെപ്പോലെ ചിലര് മനസ്സിലങ്ങ് തറഞ്ഞു കയറും. അല്ല, നീ ഇവിടെ അങ്ങ് നിന്നോ. നിനക്ക് ഉമ്മാരെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ എന്നെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അത് നീ അങ്ങ് സഹിച്ചാ മതി. അനാവശ്യം പറയരുത്. താൻ എന്താ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നേ? നിന്നെ കുറിച്ച് എന്ത് കരുതാനാ മോളെ? നീ നല്ലവളായ ഒരു പെണ്ണ്. അങ്ങനെയുള്ളവരോടാണല്ലോ എനിക്ക് താല്പര്യം തോന്നുക. സാരമില്ല. ഞാൻ പറഞ്ഞതൊക്കെ ആലോചിച്ച് പെട്ടെന്ന് മനസ്സ് വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. പതുക്കെ പതുക്കെ മതി. ആടാ, അണി ഞാൻ മുറിയെ കൊണ്ടാക്ക്. വേണ്ട, ഞാനിങ്ങോട്ട് വരില്ല. നീയായിട്ട് പോയിരുന്നാൽ അത് സമാധാനത്തിൽ അവസാനിക്കും. പക്ഷേ ഞാനായിട്ട് പിടിച്ചുകൊണ്ട് പോയാൽ ആ നിമിഷം മുതൽ നീ ഗുണശേഖരൻ തൊട്ട പെണ്ണ. നീ തന്നെ തീരുമാനിക്ക്. ചെന്നിരിക്കടി അവിടെ. ചെല്ലാൻ. ഏട്ടാ, വിളിക്കടാ ഗുണശേഖരനെ. ഇതാരാ? പണം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഇറങ്ങി പോയപ്പോ നീ ഇത്ര പെട്ടെന്ന് തിരിച്ചെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതാരാ കക്ഷി?